നമസ്കാരം, ഞാൻ ശ്രുതി. SAGയുടെ കട്ട് ഓഫ് ഡാറ്റ എൻട്രി എല്ലാവരും ചെയ്തു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് VO കട്ട് ഓഫ് ഡാറ്റ എൻട്രി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുൻപായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാനിടുന്ന കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് VO കട്ട് ഓഫ് ഡാറ്റ എൻട്രി ചെയ്തു തുടങ്ങിയാലോ. അതിനായി ആദ്യം ലോക്കോസ് ആപ്പിൻ്റെ ഹോം പേജിൽ ലെഫ്റ്റ് സൈഡിൽ മുകൾ വശത്തായി കാണുന്ന 3 ലൈനിൽ പ്രസ് ചെയ്യുക. അവിടെ ചേഞ്ച് റോൾ കൊടുത്ത് SAG ബുക്ക് കീപ്പറിൽ നിന്നും VO ബുക്ക് കീപ്പറിലോട്ട് മാറുക. VO ബുക്ക് കീപ്പറിലേക്ക് റോൾ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ലോക്കോസ് ആർപിക്ക് അസൈൻ ചെയ്തു നൽകിയ VOകളുടെ ലിസ്റ്റ് നമുക്കവിടെ കാണാൻ കഴിയും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് VO കട്ട് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. VOയുടെ കട്ട് ഓഫ് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനായി ഹോം പേജിൻ്റെ താഴെ കാണുന്ന ടാഗുകളിൽ മീറ്റിംഗ് എന്ന ടാഗ് സെലക്ട് ചെയ്യുക. മീറ്റിംഗ് സെലക്ട് ചെയ്യുമ്പോൾ ആർപിക്ക് അസൈൻ ചെയ്തു നൽകിയ VOകളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അഥവാ ഏതെങ്കിലും VO മിസ്സിംഗ് ആയി തോന്നുകയാണെങ്കിൽ ആ VO മീറ്റിംഗ് ലിസ്റ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായി എനിക്കിവിടെ 3 VO ആണ് അസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. പെരിങ്ങോട്ടുകാവ്, മന്നത്തുപാറ, കിഴക്കുമുറി. അതിൽ കിഴക്കുമുറി എന്നുള്ള VO ഇവിടെ മിസ്സിംഗ് ആണ്. അത് തിരിച്ചു കൊണ്ടുവരാനായി ഞാൻ VO പ്രൊഫൈൽ അതിനായി നമ്മൾ VO പ്രൊഫൈലിൽ മൂന്നാമത്തെ ടാഗായ സേവിങ്സിൽ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ എന്ന ഭാഗം നോ ആണ് നൽകിയിട്ടുള്ളതെങ്കിൽ അതിന് S നൽകി, തൊട്ട് താഴെയുള്ള കമ്പൽസറി സേവിങ്സ് ഇല്ലെങ്കിൽ നോ നൽകി, കമ്പൽസറി സേവിങ്സ് ഇല്ലെങ്കിൽ നോ സേവിങ്സ് നൽകി സേവ് ചെയ്യുക. അതായത് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് VOയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് നോ ആണ് നൽകിയിട്ടുള്ളത് എങ്കിൽ അതിന് S നൽകി സേവ് ചെയ്യുക. അതിനുശേഷം VOയുടെ കട്ട് ഓഫ് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനായി വീണ്ടും നമ്മൾ VOയുടെ ഹോം പേജിലോട്ട് എത്തി മീറ്റിംഗ് എന്ന ടാഗ് സെലക്ട് ചെയ്യുക. നമുക്ക് VOകളുടെ ലിസ്റ്റ് കാണാൻ കഴിയും. ഏത് വാർഡിലാണോ VO കട്ട് ഓഫ് ഡാറ്റ എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ VOയുടെ വലതുവശത്ത് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് മീറ്റിംഗ് കൊടുക്കുക. ആ പേജിൽ 2 ഫീൽഡുകളാണ് നമ്മൾക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഒന്ന് ന്യൂ മീറ്റിംഗ് നമ്പർ ആൻഡ് സെക്കൻഡ് വൺ ന്യൂ മീറ്റിംഗ് ഡേറ്റ് എന്നിവയാണ് അവ. ന്യൂ മീറ്റിംഗ് നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് VO ഫോം ചെയ്ത നാൾ മുതൽ 2025 ജനുവരി വരെ എത്ര മീറ്റിംഗ് കൂടിയിട്ടുണ്ടോ ആ എണ്ണമാണ് അവിടെ നൽകേണ്ടത്. അതായത് ADS ഭരണസമിതി യോഗം മാസത്തിൽ 1 കൂടേണ്ടത്. അത് പ്രകാരം അവിടെ അടിച്ചു നൽകുക. ന്യൂ മീറ്റിംഗ് ഡേറ്റായി 31/1/2025 നൽകുക. നമ്മളിവിടെ VO കട്ട് ഓഫ് ഡേറ്റായി 31/1/2025 കൊടുത്തിരിക്കുന്നത്. എന്നാൽ സ്റ്റേറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം VO കട്ട് ഓഫ് ചെയ്യുന്നത് ഏത് മാസമാണോ അതിന് തൊട്ട് മുൻപുള്ള മാസത്തെ അവസാനത്തെ ഡേറ്റ് കട്ട് ഓഫ് തീയതിയായി എടുക്കാനാണ് സ്റ്റേറ്റ് മിഷൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഉദാഹരണമായി മെയ് മാസത്തെയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് തൊട്ട് മുൻപുള്ള മാസമായി ഏപ്രിൽ മാസത്തെ ലാസ്റ്റ് ഡേറ്റായ 30 കട്ട് ഓഫ് ഡേറ്റായി എടുക്കേണ്ടത്. അതിനുശേഷം ജനറേറ്റ് ആൻഡ് ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡു യു വാണ്ട് ടു ജനറേറ്റ് എ കട്ട് ഓഫ് മീറ്റിംഗ് എന്ന ഡയലോഗ് ബോക്സിൽ S നൽകി അപ്പോൾ നമുക്ക് കട്ട് ഓഫ് മെനു എന്ന പേജ് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യേണ്ട ഫീൽഡുകൾ മെമ്പർ ട്രാൻസാക്ഷനിലെ തന്നെ അറ്റൻഡൻസ്, മെമ്പർ സേവിങ്സ്, ക്ലോസ്ഡ് ലോൺ, ആക്റ്റീവ് ലോൺ, റിസീവ്ഡ് ഫ്രം മെമ്പേഴ്സ്, പെയ്ഡ് ടു മെമ്പേഴ്സ് എന്നിവയും VO ട്രാൻസാക്ഷൻ എന്ന ഹെഡിലെ സബ് ഹെഡുകളായ VO ഇൻവെസ്റ്റ്മെൻറ്റ്, ക്ലോസ്ഡ് ലോൺസ്, ആക്റ്റീവ് ലോൺസ്, VO ഫണ്ട് റിസീവ്ഡ്, VO റിസീപ്റ്റ് ആൻഡ് ഇൻകം, VO എക്സ്പെൻഡിച്ചർ ആൻഡ് പേയ്മെൻറ്റ്, VO ക്യാഷ് ബാലൻസ്, VO ബാങ്ക് ബാലൻസ്, ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ സമ്മറി എന്നിവയും മിസലേനിയസ് എന്ന ഹെഡിലെ ഡിസ്പ്ലേ ഫണ്ട് ഫ്രം FDM എന്ന സബ് ഹെഡുമാണ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടതായിട്ടുള്ളത്.
VO കട്ട് ഓഫ് അറ്റൻഡൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ADSലെ SHകളിൽ നിന്നും VO കട്ട് ഓഫ് അറ്റൻഡൻസിൽ എത്ര പങ്കാളിത്തം ഉണ്ടായി എന്നതാണ് അവിടെ കാണിക്കേണ്ടത്. ഒരു VOയിൽ 11 അംഗ ഭരണസമിതി അംഗങ്ങളാണ് ഉള്ളത്. എന്നാൽ NRLM കൺസെപ്റ്റ് അനുസരിച്ച് VO പ്രൊഫൈൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ADSലെ എല്ലാ അയൽക്കൂട്ടത്തിലെയും ഒരു അംഗത്തിനെയെങ്കിലും VOയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ SHയും അതാത് ADSൻ്റെ ഭാഗമായ മാസം മുതൽ 2025 ജനുവരി വരെ എത്ര മാസം ആയിട്ടുണ്ടോ ആ കൗണ്ടാണ് അറ്റൻഡൻസ് എന്ന ഫീൽഡിൽ നൽകേണ്ടത്. ഉദാഹരണമായി ADS ഫോം ചെയ്തത് 2004 ജനുവരി ആണെങ്കിൽ ആ VOയുടെ കട്ട് ഓഫ് മീറ്റിംഗ് നമ്പറായി നമ്മൾ നൽകിയിട്ടുള്ളത് 21x12, അതായത് 21 വർഷമായ ADS ഫോം ചെയ്തിട്ട് എങ്കിൽ 21x12 252 ആയിരിക്കും കട്ട് ഓഫ് മീറ്റിംഗ് നമ്പറായി കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ആ VOയുടെ അണ്ടറിൽ വന്ന SHG ഫോം ചെയ്തിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ എങ്കിൽ ആ VOയിൽ ആ SHGയുടെ അറ്റൻഡൻസിൽ 5x12 60 ആയിരിക്കും. അങ്ങനെ എല്ലാ SHGകളും ഫോം ചെയ്ത മാസം മുതൽ VO കട്ട് ഓഫ് ഡേറ്റ് വരെ കണക്കാക്കി അറ്റൻഡൻസിൽ എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം സേവ് നൽകുക. ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന ഡയലോഗ് ബോക്സിൽ ഓക്കെ നൽകി കട്ട് ഓഫ് മെനു എന്ന ഫീൽഡിലോട്ട് വരിക. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് മെമ്പർ ട്രാൻസാക്ഷനിലെ തന്നെ സബ് ഹെഡായ മെമ്പർ സേവിങ്സ് എന്ന ഫീൽഡാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി പരിചയപ്പെടാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്